നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ IPS നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നീറ്റ് ട്രിക്ക് സീരീസ് തുടരുന്നു. സോ ഓൾട്ടർനേറ്റിംഗ് കറന്റിലെ വളരെ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് ആൻസറിലോട്ട് എത്താൻ സാധിക്കുന്ന കുറച്ച് ട്രിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, നിങ്ങൾ 2021 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് സീരീസ് LCR സർക്യൂട്ട് ആണ്. സോ പിന്നീട് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത് ഹാഫ് പവർ ഫ്രീക്വൻസീസ് ആണ്. സോ അതുകൊണ്ട് തന്നെ വിത്തിൻ ഞാൻ ഇതിനകത്ത് നോക്കുന്നത് ഇതിനകത്ത് റെസിസ്റ്റർ 40, ദെൻ നമുക്ക് ഇൻഡക്ടർ തന്നിരിക്കുന്നത് 5 ആണ്. സോ 40/5 8 വിൽ ബി ദി ഡിഫറൻസ്. സോ ഇതിനകത്ത് ആൻസറിലോട്ട് നോക്കുമ്പോൾ 8 ഡിഫറൻസ് വരുന്നത് D വിൽ ബി ദി ആൻസർ. സോ വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് ആൻസറിലോട്ട് എത്താൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അതിനകത്ത് ട്രിക്കിലോട്ട് നമുക്ക് വരാം. അതിന് മുന്നേ നോക്കൂ, നിങ്ങൾ ഇത്രയും കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ആൻസറിലോട്ട് എത്താൻ സാധിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റ് 3-4 ക്വസ്റ്റ്യനുകൾ ചെയ്തുകൂടെ? അപ്പൊ ഇത്തരത്തിലൊരു 10-20 ട്രിക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്കൊരു 40-50 ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്ട്രാ ചെയ്ത് നിങ്ങളുടെ നീറ്റ് റാങ്ക് തന്നെ നിങ്ങളുടെ സ്കോർ തന്നെ മറിയുമെന്നുള്ളതാണ്. സോ അതുകൊണ്ട് കോൺസെപ്റ്റ് അറിയുന്നതോട് കൂടിയിട്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രിക്കുകൾ അറിയുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. നീറ്റ് ടോപ്പേഴ്സ് ഒക്കെ എക്സാം ഷെഡ്യൂൾഡ് ചെയ്തിട്ടുള്ള ടൈമിന് എത്രയോ മുന്നേ അവര് ആൻസറുകളൊക്കെ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നീട് റീചെക്കിങ്ങിനും എല്ലാമായി അവർക്ക് ടൈം കിട്ടുന്നു. സോ നമുക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ സാധിച്ച ഒരു ട്രിക്ക് ഞാൻ അതിനകത്ത് പറയാം. അപ്പം അതിലോട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ റെസിസ്റ്ററിന്റെ വാല്യൂ, ഇതൊരു LCR സർക്യൂട്ട് ആണ്. അപ്പോൾ അതിനകത്ത് ഹാഫ് പവർ ഫ്രീക്വൻസീസ് ആണ് ചോദ്യം. നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് നിങ്ങൾക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ട്രിക്കാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഡിസ്കസ് ചെയ്യാൻ തൽക്കാലം സമയമില്ല. കോൺസെപ്റ്റ് ഞാൻ ചുരുക്കിയിട്ട് പറയാം. എനിവേ, അപ്പം ഇതൊരു LCR സർക്യൂട്ടാണ്. ഇൻഡക്ടർ, കപ്പാസിറ്റർ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കാരണം ഞാനിപ്പോൾ നിങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമല്ലേ നീറ്റിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ട്രിക്ക് മാത്രം അറിയാം നിങ്ങൾ വന്നാണെന്നുള്ള രീതിയിലാണ് ഞാനിത് ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് വീഡിയോയിലൊക്കെ നമുക്ക് മോഡിഫിക്കേഷൻ വരുത്താൻ സാധിക്കും. പിന്നെ ഇതുപോലുള്ള ട്രിക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്താൽ നല്ലത്. അപ്പം നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് ഞാൻ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് 40 ഓം ആണ്. അപ്പം നിങ്ങൾക്കത് അറിയാമല്ലോ. ഇനി ഇൻഡക്ടറിൻ്റെ നോക്കുക, 5 അല്ലേ? അപ്പം 40/5 എന്ന് പറഞ്ഞാൽ 8 എനിക്ക് കിട്ടി. ആ 8 വ്യത്യാസം വരുന്നത് ഇതിൽ ഏതാ ഉള്ളതെന്ന് ഞാൻ നോക്കി. അപ്പം ഡിയിലാണ്. കാരണം 46-ഉം 46-ഉം 54-ഉം ആണ് 8 ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം ഡിഫറൻസ് 8 അല്ല. അപ്പം ആ രീതിയിൽ എനിക്ക് ആൻസറിലോട്ട് എത്താൻ സാധിച്ചു. അപ്പം അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഈ കോൺസെപ്റ്റ് കാര്യങ്ങൾ ഇതിനോട്ട് വരാം. അപ്പം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും SEയിൽ ഇതിനകത്ത് റെസൊണൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഞാൻ പിക്ചർ വരയ്ക്കുന്നതൊക്കെ നമുക്കിങ്ങനെ ഈ ഒരു ബോർഡ് ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയി പോകുന്നത്. അപ്പോൾ നമുക്ക് സ്മാർട്ട് ബോർഡൊക്കെ ഇറക്കണമെന്ന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രിപ്ഷൻ, മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ വീഡിയോകളൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും. എനിവേ, നമുക്ക് ഇതിലോട്ട് പോകാം. ഇതിനകത്ത് ഇവിടെ റെസൊണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ω0 ആണ്. അപ്പോൾ അതിലാണ് മാക്സിമം കറണ്ട് വരുന്നത്. ബാക്കി അതിൻ്റെ ഹാഫ് പവർ ഫ്രീക്വൻസി വരുന്നത് ω1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫ്രീക്വൻസി ഉണ്ടാവും, ω2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ളതിനാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ω2 - ω1 ആണ്, അറിയാമല്ലോ. അപ്പം ആ ബാൻഡ് വിഡ്ത്ത് നമുക്ക് അത് കിട്ടുന്നത് ഇവിടുത്തെ റെസിസ്റ്ററിനെ ഇൻഡക്ടറിൻ്റെ വാല്യൂ കൊണ്ട് റെസിസ്റ്റൻസിനെ ഇൻഡക്റ്റൻസിൻ്റെ അതുമായിട്ട് ഡിവൈഡ് ചെയ്താലാണ് അത് കിട്ടുക, R/L. അപ്പം അത് എനിക്ക് 8 കിട്ടി. അപ്പോൾ ഈ ഡിഫറൻസ് ω2 - ω1 8 മനസ്സിലായി. അപ്പോൾ ഞാൻ ഇതിൽ ω1 ഇവിടെ തന്നിട്ടുണ്ട്, ω2 2 ഫ്രീക്വൻസീസ് തന്നിട്ടില്ല, ഹാഫ് പവർ ഫ്രീക്വൻസീസ്. അപ്പോൾ ഞാനത് നോക്കി 8ലോട്ട്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ഇതുപോലെ തന്നെ വേറെയും 8 വരുന്നത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കപ്പം അതിനകത്ത് റെസൊണൻറ്റ് ഫ്രീക്വൻസി കാണേണ്ടി വരും. കാരണം നോക്കൂ, ഈ പിക്ചറിൽ നോക്കൂടെ ω0 നടുക്കാണ് മാക്സിമം ഫ്രീക്വൻസി. ദെൻ അതിന് ഇപ്പുറത്ത് മൊത്തം 8 ആണെങ്കിൽ ഇവിടെ 4, ഇവിടെ 4. അപ്പം നിങ്ങൾ ഇത് നോക്കണം. എന്നിട്ട് 4-ഉം ഡിഫറൻസ് വരുന്നത് എടുത്താൽ മതി. അങ്ങനെ 2 ഓപ്ഷൻ അതുപോലെ 8 വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ω0 കാണാൻ അപ്പോൾ നമ്മൾ 1/√LC ചെയ്യേണ്ടി വരും. അപ്പം എന്താണ് ω0 ഞാൻ ഈ കോൺസെപ്റ്റ് പറയുന്ന കേട്ടോ. ഇതിനകത്ത് ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, Lന്റെ വാല്യൂ നമ്മൾ എടുക്കണം. 80 മൈക്രോ ഫാരഡ് ആണ്. അപ്പോൾ 80 × 10⁻⁶. ദെൻ Lന്റെ 5 ആട്ടോ, Cന്റെ ആണ് പറഞ്ഞത്. Cൻ്റെത് പിന്നെ Lന്റെ നമ്മൾ 5, അത് രണ്ടും കൂടി കുണിക്കുക. അപ്പം ഇതിനകത്ത് നമുക്ക് ω0 എന്ത് വരും എന്നറിയോ? 200-ഉം ദെൻ 10⁻⁶ മേലേക്ക് പോകുമ്പോൾ അതിനകത്ത് 10⁻³ വരുന്നതും പിന്നെ 400 ആണ്, 400. അപ്പം ഇതിനകത്ത് നമുക്ക് 50 വിൽ ബി ദി ആൻസർ. അപ്പോൾ 50 വന്നുകൊണ്ടാണ്
അപ്പോൾ 50 ഇവിടെ ഒമേഗ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് 46 ആയിരിക്കും, അങ്ങോട്ടേക്ക് 54 ആയിരിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞാൽ കോൺസെപ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട് ചങ്കളെ, അതിനകത്ത് ഒരുപാട് പേരുണ്ട്. ഇതുപോലെ നീറ്റ് ട്രിക്സ്, ടിപ്സ്, സ്ട്രാറ്റജീസ് എല്ലാം അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. നിങ്ങൾ അതിനകത്ത് ആ പിന്നൊക്കെ ഊരിയിട്ട് അതിനകത്ത് ജോയിൻ ചെയ്യാന്നേ. നമ്മളല്ലേ അതിനകത്ത് നിങ്ങളുടെ നമ്പർ കാര്യങ്ങളൊന്നും മറ്റ് മെമ്പേഴ്സിന് വിസിബിൾ ആവാത്ത രീതിയിലാണ് കമ്മ്യൂണിറ്റി സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നും പേടിക്കണ്ടെന്നേ. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പം ഇത് ഇത്തരത്തിലെ വെരി ഹൈ ഫ്രീക്വൻസിയാണ്, അറ്റ് വെരി ഹൈ ഫ്രീക്വൻസി എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. എഫക്റ്റീവ് ഇംപീഡൻസ് ചോദിച്ചിരിക്കുന്നത് Z ഇംപീഡൻസ് ആണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. വിത്തിൻ സെക്കൻഡ്സ് ഞാൻ ഇതിനകത്ത് ആൻസർ ചെയ്യും. നോക്കൂ, ഈ സർക്യൂട്ടിനെ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് ഇങ്ങനെ ആക്കി മാറ്റാം. അപ്പം ഇങ്ങനെ വന്നാൽ 2 ഓം 2 റെസിസ്റ്റൻസുകൾ പാരലൽ. അപ്പം അതിൻ്റെ എന്താ വരിക, 2/2 വന്നു കഴിഞ്ഞാൽ 1 ആണ് അവിടെ വരിക. പിന്നെ ഈ 1 ഓം ഇവിടെ സീരീസ് ആണ് അതുമായിട്ട്. അപ്പോൾ 1 ഓം സീരീസ് വന്നു കഴിഞ്ഞാൽ ആൻസർ 2 ആണ് വരിക. അപ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ഇതിനകത്ത് എനിക്കിപ്പോൾ ആൻസർ ഞാൻ ഇവിടെ ഇതിനകത്ത് ചോയ്സ് ഇട്ടിട്ടില്ല. എനിവേ അപ്പോൾ ചോയ്സ് ഉണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് വിത്തിൻ സെക്കൻഡ്സ് 2 ഓം എന്ന് ടിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അതങ്ങനെ ടിക്ക് ചെയ്യാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അപ്പോൾ ആൻസർ 2 ഓം ആണ്. എനിവേ ഞാൻ ആൻസർ എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഹൈ ഫ്രീക്വൻസി ആവുമ്പോഴേ കപ്പാസിറ്റർ ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ബിഹേവ് ചെയ്യും. കപ്പാസിറ്ററിലൂടെ കറണ്ട് അങ്ങ് പോകും. അപ്പോൾ ഇവിടെ 1 ഓം ഈ പിക്ചറിൽ ഉണ്ടാവുള്ളൂ. കപ്പാസിറ്റർ ജസ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ആയി പോയി. ഇൻഡക്ടറോ ഇവിടെ താഴെ നോക്കൂ, താഴെ സർക്യൂട്ടിൽ ഇൻഡക്ടർ ഇല്ലേ? അപ്പോൾ അതിലോട്ട് ഇവിടെ താഴെ നോക്കൂ നിങ്ങൾ, ഇൻഡക്ടർ എന്താവും അറിയോ? ഓപ്പൺ സർക്യൂട്ട് ആവും. അതിലൂടെ കറണ്ട് പോവുകയില്ല ഹൈ റെസിസ്റ്റൻസ് വരുമ്പോൾ. അതൊക്കെ കൺസെപ്റ്റൊക്കെ പിന്നീട് അതിനകത്ത് പറയാൻ നമുക്കുണ്ട്. അതിനകത്ത് XL-ഉം അതിൻ്റെ L ഒമേഗയും 1/C ഒമേഗയും ഒക്കെ വെച്ചിട്ട് 1/∞ 0 ആവുന്നതും ഒക്കെ. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ റിയാക്റ്റൻസ് അവിടെ 0 ആവുന്നതും ഇൻഡക്ടൻസിൻ്റെ ഇൻഫിനിറ്റി ആവുന്നതും ഒക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓപ്പൺ സർക്യൂട്ട് ഇതിലൂടെ കറണ്ട് പോകില്ലാന്നേ. അപ്പം അതിന് നമ്മൾ വെട്ടി, അതിനെ മൊത്തത്തിൽ അങ്ങ് പോകും, വെട്ടി, ഇതിലൂടെ കറണ്ട് പോകില്ല. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇതാണ്. ഇത് കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഇത് ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്ത് ഇതിലൂടെ കറണ്ട് പോകും. അപ്പോൾ 1 ഓം അവിടെ ആയി. പിന്നെ കപ്പാസിറ്റർ ഇവിടെയും ഷോർട്ട് സർക്യൂട്ടാണ്. അപ്പോൾ അത് 2 ഓം അവിടെ വരും. പിന്നെ ഇവിടെ കപ്പാസിറ്റർ അതും 2 ഓം അങ്ങ് വരും. അപ്പം ബാക്കി പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതിലൂടെ കറണ്ട് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലൂടെ ഇത് മാത്രമായി മാറും. ഇതിന്ന് ഇങ്ങനെയായി മാറും. അപ്പം കപ്പാസിറ്റർ ഇവിടെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിനെ നമുക്ക് ഇങ്ങനെയാവും. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ പെട്ടെന്ന് തന്നെ 2 എന്ന് ആൻസർ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഇതുപോലുള്ള ട്രിക്കുകളാണ് നമുക്കതിനകത്ത് പറയുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റൊരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രിപ്ഷൻ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും മാക്സിമം നീറ്റിന് കുറച്ചുകൂടി ദിവസമുണ്ട്. മാക്സിമം പറ്റാവുന്ന അത്രയും വീഡിയോസ് ചെയ്യാൻ ഞാൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പിനേഷൻ ഷുഡ് ബി സെലക്റ്റഡ് ഫോർ ബെറ്റർ ട്യൂണിങ്. ബെറ്റർ ട്യൂണിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് കോമ്പിനേഷൻ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്വാളിറ്റി ഫാക്ടർ ഇതിനകത്ത് ക്വാളിറ്റി ഫാക്ടർ നോക്കുമ്പോഴേ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് 1/R × L/C ആണ് വരിക. അപ്പം അതുകൊണ്ട് തന്നെ R കുറയണം, L കൂടണം. അപ്പോഴാണ് ഇവിടെ Q കൂടുക. നമുക്ക് ക്വാളിറ്റി കൂടണമെങ്കിൽ, ബെറ്റർ ട്യൂണിങ്ങിന് വേണ്ടിയിട്ട് ക്വാളിറ്റി കൂടണമെങ്കിൽ R കുറയണം. അപ്പോൾ R കുറയുന്നത് ഏതാ? അത് A ആണ്. L കൂടും വേണം, കാരണം ഈ വാല്യൂ കൂടണ്ടേ. ഈ വാല്യൂ കൂടണമെങ്കിൽ അടിയത്ത് കുറയണം, മേലത്ത് കൂടണം. അപ്പോൾ L കൂടണം, C കുറയണം. അപ്പോൾ ഇതിൽ നോക്കി നിങ്ങൾ, R കുറയണം, R കുറയുന്ന A ആണ്. L കൂടണം, L Aയിൽ കൂടുതൽ തന്നെയാണ്. ദെൻ C കുറയണം, അതെ C കുറവുമാണ്. അപ്പോൾ A വിൽ ബി ദി ആൻസർ. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിച്ചില്ലേ? അപ്പോൾ ഇതുപോലുള്ള മറ്റു ക്വസ്റ്റനുകളുമൊക്കെ ആയിട്ട് നമ്മൾ വരാം. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കൂ, നമ്മളുണ്ടാകും കൂടെ. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.